നീറ്റ് 2025 ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് 5 മാസത്തെ സമയമാണ്. 5 മാസത്തെ സമയം കൊണ്ട് മുഴുവൻ സിലബസും 2 തവണ കവർ ചെയ്ത് എക്സാം സീരീസ് ഒക്കെ എഴുതി റിവൈസ് ഒക്കെ ചെയ്തിട്ട് നല്ല കോൺഫിഡൻസിൽ പോയി നീറ്റ് 2025 ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ക്രാഷ് പ്രോഗ്രാം വരുന്നുണ്ട്. അതെ, ഞാൻ സംസാരിക്കുന്നത് ക്യാപ്സ്യൂളിനെ പറ്റിയിട്ടാണ്. ഡോപ്പയുടെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ക്രാഷ് പ്രോഗ്രാം ഏറ്റവും പുതുതായിട്ട് തയ്യാറാക്കിയിട്ടുള്ള പ്രോഗ്രാമാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള NCERT എക്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. നിങ്ങൾ ഇനിയുള്ള സമയം കൊണ്ട് മുഴുവൻ NCERT പഠിക്കണോ അതോ ഈ മെറ്റീരിയൽ പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക ക്യാപ്സ്യൂളിൻ്റെ മെറ്റീരിയൽ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാപ്സ്യൂൾ മെറ്റീരിയലിനകത്ത് നിങ്ങൾക്ക് NCERT-ലുള്ള എല്ലാ പോയിന്റുകളും 100% കൃത്യതയോട് കൂടിയിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന രൂപത്തിൽ 2-3 പേജുകളിലായിട്ട് ഓരോ ചാപ്റ്ററിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകൾ 2 മണിക്കൂർ ദൈർഘ്യം വരെ ക്ലാസ്സുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ലൈവായിട്ടും കിട്ടുന്നുണ്ടാവും. ഈ ലൈവിൻ്റെ റെക്കോർഡായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഡോപ്പ ആപ്പിൽ അവൈലബിൾ ആവുന്നുണ്ടാവും. ഈ ക്ലാസ്സുകൾ കണ്ട് ഈ മെറ്റീരിയൽ പഠിച്ച് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ നമ്മൾ സ്പെഷ്യലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസും വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. സോ ഇനി അങ്ങോട്ടേക്ക് ഡോപ്പ ക്യാപ്സ്യൂളിൻ്റെ പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഡോപ്പ ക്യാപ്സ്യൂളിൻ്റെ പ്ലാൻ 2 സൈക്കിൾസ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ സൈക്കിൾ നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത് ഡിസംബർ 16 ഡിസംബർ 16 മുതൽ മാർച്ച് 30 വരെ നിൽക്കുന്ന 3.5 മാസം നീണ്ടു നിൽക്കുന്ന സ്ലോ സൈക്കിളായിട്ടാണ് ആദ്യത്തെ പാർട്ട് ഓഫ് ക്ലാസ്സുകൾ നമ്മൾ ഫിനിഷ് ചെയ്യുന്നുണ്ടാവുക. സോ ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻസ്, നമ്മുടെ ബേസിക്സ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ട് ഓരോ ചാപ്റ്ററും എന്താണെന്നുള്ള കാര്യം വിശദമായിട്ട് സമയമെടുത്ത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ഇങ്ങനെ ഫസ്റ്റത്തെ സ്ലോ സൈക്കിളിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ക്വിക്ക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. അത് മാർച്ച് 31 മുതൽ മെയ് 4 നമ്മൾ എക്സാമിന് പോകുന്ന അന്ന് വരെയൊക്കെ ആയിരിക്കും നമ്മുടെ ക്വിക്ക് സൈക്കിൾ വർക്കൗട്ട് ആവുന്നുണ്ടാവുക. അപ്പോൾ ഇനീഷ്യലത്തെ സ്ലോ സൈക്കിൾ അതിനകത്ത് നമ്മൾ സ്ലോലി കാര്യങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക, ഓരോ ചാപ്റ്ററിനും വിശദമായിട്ട് അറിയുക, അതിനകത്തുള്ള കണ്ടന്റുകൾ മനസ്സിലാക്കുക, ക്ലാസ്സുകൾ കേൾക്കുക, മുതലായ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ക്വിക്ക് സൈക്കിൾ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് തന്നെ വേണമെങ്കിൽ മിസ്സായി പോയ ചാപ്റ്റേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്വിക്ക് സൈക്കിൾ വീണ്ടും ക്ലാസ് കേൾക്കാം. പക്ഷേ കൂടുതൽ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബെറ്റർ ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓരോരോ ഫേസുകൾ നമ്മുടെ ഈ സ്ലോ സൈക്കിളും ക്വിക്ക് സൈക്കിളും വിശദമായിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പറ്റും. സോ സ്ലോ സൈക്കിൾ സ്റ്റാർട്ട്സ് ഓൺ ഡിസംബർ 16. നമ്മുടെ ആദ്യത്തെ 120 ദിവസത്തെ ക്രാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡിസംബർ 16 അപ്പോൾ നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ്, നിങ്ങളൊരു റിപ്പീറ്റർ ആണെങ്കിലോ +2 സ്റ്റുഡൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ട് നീറ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ദിവസം ഡിസംബർ 16 ഡിസംബർ 16 നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് 12th സിലബസുകൾ വിചാരിച്ചിട്ടാണ്. കാരണം ഇപ്പോൾ 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ബോർഡ് എക്സാമിനും കൂടി ഗുണം ചെയ്യുന്ന രൂപത്തിൽ 12th മുഴുവൻ സിലബസും കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ സ്ലോ സൈക്കിളിൻ്റെ ഇനീഷ്യൽ ഫേസിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവുക. അപ്പോൾ ഓരോ ആഴ്ചകളിലും നിങ്ങൾക്ക് 5 ചാപ്റ്ററുകളോ 6 ചാപ്റ്ററുകളോ വീതമായിരിക്കും പഠിക്കേണ്ടി വരുന്നുണ്ടാവുക. സോ ലെറ്റ്സ് സേ വി വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് നമ്മുടെ +2 ഫസ്റ്റത്തെ ടോപ്പിക്സ്, മേ ബി ഫിസിക്സിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ബയോളജിയിൽ റീപ്രൊഡക്ഷൻ ആൻഡ് കെമിസ്ട്രിയിൽ വരുന്ന സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കൈനറ്റിക്സ്, ആ ഭാഗങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഓരോ ചാപ്റ്റേഴ്സും കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഹിറ്റ് പോയിന്റ്സ് ടാർഗറ്റ് ചെയ്തിട്ടുള്ള എക്സാംസ് നടക്കുന്നുണ്ടാവും. എക്സാംസ് നമ്മുടെ ഡോപ്പ ആപ്പ് ത്രൂ ആയിട്ട് ഓൺലൈൻ ആയിട്ടായിരിക്കും നമ്മൾ ഇനീഷ്യലി എക്സാംസ് വെക്കുന്നുണ്ടാവുക. സോ ഒരു ദിവസം ഒരു ചാപ്റ്റർ, നെക്സ്റ്റ് ഡേയിൽ അതിൻ്റെ എക്സാം, തൊട്ടടുത്ത ചാപ്റ്റർ, നെക്സ്റ്റ് ഡേയിൽ അതിൻ്റെ എക്സാം, അങ്ങനെ പോയി ഒരു വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു നീറ്റ് മോഡൽ എക്സാം 720 മാർക്സിൻ്റെ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ്, ആ വീക്കിൽ പഠിച്ച ചാപ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു നീറ്റ് മോഡൽ എക്സാം നമുക്ക് കിട്ടുന്നുണ്ടാവും. നീറ്റ് മോഡൽ എക്സാംസ് എഴുതുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ടൈം മാനേജ്മെൻറ്റും എക്സാം ടാക്ടിക്സും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എവറി ഡേ നിങ്ങൾക്ക് ക്യാപ്സ്യൂളിൻ്റെ മെൻറ്റർഷിപ്പ് മീറ്റിംഗ് ക്യാപ്സ്യൂൾ സ്റ്റുഡൻസിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ്ലി കിട്ടുന്നുണ്ടാവും. ഞാൻ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള മെൻറ്റേഴ്സ്, ഡോക്ടേഴ്സ് ആയിരിക്കും നിങ്ങൾ ഡയറക്റ്റ്ലി മെൻറ്റർ ചെയ്ത് തരുന്നുണ്ടാവുക. അപ്പോൾ ക്യാപ്സ്യൂൾ മെൻറ്റർഷിപ്പ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, അതിൽ തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ഓരോരോ ചാപ്റ്റർ ഇതും ഇനീഷ്യലി പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ +2 ചാപ്റ്റേഴ്സ് ഒന്ന് പഠിച്ച് നീക്കി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് പാരലായിട്ട് തന്നെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ഫ്രീ ആയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫൗണ്ടേഷനിൽ വരുന്ന +1 ചാപ്റ്റേഴ്സും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷെഡ്യൂൾ, ബ്രോഷർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇവിടെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. അപ്പോൾ +2 ടോപ്പിക്സ് ഇങ്ങനെ പഠിച്ചു പോകുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ വിൽ ബി ഇനീഷ്യലി സ്റ്റാർട്ടിങ് വിത്ത് ദ ബേസിക്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക്സ്. +1 2 ബേസിക് ചാപ്റ്ററുകളുണ്ട്. അതിനകത്തുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിയാക്ഷൻ മെക്കാനിസം, ഐസോമറിസം, നോമൻക്ലേച്ചർ പോലെയുള്ള ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക്സ്. അതുപോലെ തന്നെ മെക്കാനിക്സിൻ്റെ, ഫിസിക്സിൻ്റെ
ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള സാധനമാണ് 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, വെക്ടേഴ്സ് പോലെയുള്ള മെക്കാനിക്സിൻ്റെ ബേസിക്സ്. ഇനി കെമിസ്ട്രിയുടെ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ട് വരുന്ന ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ് പോലെയുള്ള ചാപ്റ്റർ ഇതിന് പാരലൽ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് +2 ടോപ്പിക്സ് ഒരു മെയിൻ സ്ട്രീമിൽ പഠിച്ചു പോകുന്നതിൻ്റെ ഒപ്പം തന്നെ സെക്കൻഡറി ആയിട്ട് +1ൻ്റെ ബേസിക്സും കൂടി കവർ ചെയ്യുന്ന രൂപത്തിലായിരിക്കും നിങ്ങളുടെ ഡിസംബർ ജനുവരിയിലുള്ള ഷെഡ്യൂൾ കവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ജനുവരി തീർത്ത് ഫെബ്രുവരിയിലാകുമ്പോഴത്തേക്ക് നമ്മൾ +2 കുട്ടികൾ എല്ലാവരും മോഡൽ എക്സാംസിനും സാധനങ്ങൾക്കൊക്കെ തയ്യാറാവുന്ന സമയത്തിനുള്ളിൽ തന്നെ +2ൻ്റെ മുഴുവൻ സാധനങ്ങളും +1ൻ്റെ ബേസിക്സും നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ടാവും. ഓരോ ദിവസം പഠിക്കുന്ന ചാപ്റ്ററിനും ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത ദിവസം അതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള കൺസെപ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എക്സാമുകളും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വീതം എക്സാം എഴുതി അതിനകത്തുള്ള മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി മുന്നോട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ് കാര്യം. ആൻഡ് നിങ്ങളുടെ +2 എക്സാം ആവുന്ന സമയത്തേക്ക് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് +2 എക്സാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ +2 എക്സാം ആവുന്ന സമയത്ത് നമ്മൾ +2ൻ്റെ തന്നെ ചാപ്റ്റേഴ്സിൻ്റെ സെക്കൻഡറി റിവിഷൻ വരുന്നുണ്ടാവും. +2 റിവിഷൻ സെക്കൻഡറി വരുന്നുണ്ടാവും. ഇനി നിങ്ങളൊരു റിപ്പീറ്ററോ അല്ലെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞ ഒരാളോ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് +1ൻ്റെ കുറച്ചും കൂടിയുള്ള ചാപ്റ്റേഴ്സും കൂടി ഫിനിഷ് ചെയ്തിട്ട് വളരെ സ്ലോ ആയിട്ട് 3.5 മാസത്തെ സമയം ഉപയോഗിച്ചിട്ടായിരിക്കും ആദ്യത്തെ സ്ലോ സൈക്കിൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവുക. ഇനി അതിനുശേഷം നമ്മൾ സ്ലോ സൈക്കിളിൻ്റെ ഉദ്ദേശം പറഞ്ഞുതരാം. ഫൗണ്ടേഷൻസ് മനസ്സിലാക്കുക, ചാപ്റ്ററിനെ കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുക, എല്ലാ ചാപ്റ്ററിനെ ക്ലാസ് കണ്ട് തീർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഉണ്ടാവുക. സോ പരമാവധി ക്ലാസ്സുകളും കാര്യങ്ങളും കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് ഈ സമയം ഉപയോഗിക്കാം. ഇനി ഈ സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും ചാപ്റ്ററുകൾ മിസ്സായി പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്ററുകൾ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വരുന്ന ക്വിക്ക് സൈക്കിളിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ക്വിക്ക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് +2 എക്സാം കഴിഞ്ഞ ഉടനെ തന്നെയാണ്. മാർച്ച് 31 സ്റ്റാർട്ട് ചെയ്യും ആൻഡ് മെയ് 4 വരെ അത് നീണ്ടു നിൽക്കുന്നുണ്ടാവും. മെയ് 4 നമ്മൾ നീറ്റ് എക്സാം ഹാളിലേക്ക് ആയിരുന്ന അന്ന് വരേക്കും ക്വിക്ക് സൈക്കിൾ ഉണ്ടാവുക. ഒരു ദിവസത്തിൽ 2-3 ചാപ്റ്റർ എന്നുള്ള രൂപത്തിൽ +1 ആദ്യം പിന്നെ +2 എന്നുള്ള രൂപത്തിലായിരിക്കും നമ്മൾ ക്വിക്ക് സൈക്കിളിൻ്റെ ഷെഡ്യൂൾ നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോ ദിവസവും 2-3 ചാപ്റ്റർ വീതം പഠിക്കാനും ഈ 3 ചാപ്റ്ററിൻ്റെയും എക്സാം നെക്സ്റ്റ് ഡേ എഴുതി പോകാനും ഇതിനോടൊപ്പം തന്നെ ഡോപ്പയിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും ഉൾക്കൊള്ളിച്ച് നടത്തുന്ന ടെസ്റ്റ് സീരീസിൻ്റെ പാർട്ടായിട്ട് ഒരുപാട് മോക്ക് എക്സാമുകളും ഒരുപാട് റിവിഷൻ എക്സാമുകളും എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ ഇനീഷ്യലി ഡിസംബർ 16 സ്റ്റാർട്ട് ചെയ്ത് സ്ലോ സൈക്കിളിൽ എല്ലാ ചാപ്റ്ററും ഫിനിഷ് ചെയ്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് ക്വിക്ക് സൈക്കിൾ ഒരു റിവിഷന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള മോക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിരിക്കും. നിങ്ങൾക്ക് ദിനേന എക്സാമുകൾ ഉണ്ടാവും. ദിനേന വലിയ 720 എക്സാമിൻ്റെ സാധനങ്ങൾ തന്നെ കിട്ടുന്നുണ്ടാവും. നിങ്ങൾ 100 മോക്ക് എക്സാമുകളാണ് നമ്മളെ ക്യാപ്സ്യൂളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റഡ് സിലബസ്, പുതിയ എക്സാം രീതികൾ, പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണുകൾ എന്നിവയെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. ഒരു കാര്യം നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്ത് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നുണ്ടാവും. നമ്മൾ എക്സാം എഴുതിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീറ്റ് എക്സാമിൻ്റെ ഹാളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് സീരീസിൽ കാണാത്തതായിട്ടുള്ള ഒരു ചോദ്യം പോലും നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാനുള്ള കാര്യം. അപ്പോൾ എക്സാക്ട്ലി എൻട്രൻസിന് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എൻട്രൻസ് എങ്ങനെയാണോ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത് നിങ്ങൾക്ക് ഡോപ്പയിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. ഓർക്കുക, ബോർഡ് എക്സാമും എൻട്രൻസ് എക്സാമും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻ രീതി, പ്രിപ്പറേഷൻ സ്റ്റൈല്, പഠന രീതികൾ, എല്ലാ സാധനങ്ങളും വളരെ വളരെ ഡിഫറെൻ്റ് ആണ്. എക്സാം സ്ട്രാറ്റജീസും ഡിഫറെൻ്റ് ആണ്. ഇത് ഡേ ബൈ ഡേ നടക്കുന്ന ക്യാപ്സ്യൂൾ മെൻറ്റർഷിപ്പ് മീറ്റിംഗ് വഴിയിട്ട് ഡോക്ടേഴ്സ് ആൻഡ് മെൻറ്റേഴ്സ് നിങ്ങൾക്ക് വളരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. നീറ്റ് 2025 ഉയർന്ന റാങ്ക് നേടണം, ഒരു മെഡിക്കൽ സീറ്റിലെത്തണം, അടുത്ത വർഷം ഒരു വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പും ഒക്കെ എടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് പോകണം, നമ്മളെ തന്നെയും നമ്മുടെ ഫാമിലിയെയും നാട്ടുകാരെയും എല്ലാവരെയും പ്രൗഡ് ആക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എൻട്രൻസിൻ്റെ കൃത്യമായിട്ടുള്ള പഠന രീതിയുമായിട്ട് ഡോപ്പ ക്യാപ്സ്യൂൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ കൂടുതൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇതെങ്ങനെയാണ് ക്ലാസ്, എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരികയും ഇതിൻ്റെ മുഴുവൻ ബ്രോഷറും നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യുന്നുണ്ടാവും. ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും നടക്കുന്ന ഏതൊക്കെ ചാപ്റ്റേഴ്സ് കവർ ചെയ്യും, അത് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക, എത്ര എക്സാമുകളുണ്ട്, എക്സാമിൻ്റെ എണ്ണം എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മുടെ ബ്രോഷറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. സോ എന്തിനാണ് പഠിച്ചിരിക്കുന്നത്? നിങ്ങളൊരു നല്ല ക്രാഷ് കോഴ്സാണ് നോക്കുന്നത്, ഇനിയുള്ള സമയം ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കം ജോയിൻ ഡോപ്പ ക്യാപ്സ്യൂൾ.